മാധവിക്കുട്ടിയുടെ വണ്ടിക്കാള് സ്ത്രീ മനസ്സിൻ്റെ അഗാധ തലങ്ങളിലുള്ള വിചിത്രമായ കാര്യങ്ങളെ എടുത്തു കാട്ടുന്ന പല നോവലുകളും ചെറുകഥകളും എല്ലാം തന്നെ മാധവിക്കുട്ടി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് വണ്ടിക്കാളകൾ എന്ന മാധവിക്കുട്ടി അവസാനമായി എഴുതി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു നോവൽ. അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വരുമ്പോൾ തന്നെ ഏറെ ജനപ്രീതി നേടിയ ഒരു നോവലാണത്രേ മാധവിക്കുട്ടിയുടെ വണ്ടിക്കാളകൾ. എന്നിട്ടും പെരുമാറ്റത്തിൻ്റെ വശ്യത എല്ലാ രോഗികളെയും അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു. കൗമാരദശയിൽ മുച്ചുണ്ട് തുന്നിച്ചേർത്ത് ശരിപ്പെടുത്തുവാൻ നടത്തിയ ഒരു ശസ്ത്രക്രിയ അദ്ദേഹത്തിൻ്റെ മുഖത്ത് 1 ഇഞ്ച് നീളമുള്ള ഒരു കിലോയിഡ് വടു അവശേഷിപ്പിച്ചിരുന്നു. ഒരിക്കൽ സ്കൂളിൽ വെച്ച് ഒരു പെൺകുട്ടി അത് ചൂണ്ടിക്കൊണ്ടു പറഞ്ഞു, തേരട്ട പോലെ ഇരിക്കുന്നു ആ വടു. അതെ, സൂര്യനാരായണ റാവു സൗന്ദര്യമൊട്ടും ഇല്ലാത്തവനായിരുന്നു. 1 കോടി രൂപയുടെ ഓഹരി വാങ്ങി 11 ധനാഢ്യന്മാർ പങ്കുചേർന്ന ഹോസ്പിറ്റലിൻ്റെ മുഖ്യ രക്ഷാധികാരിയായിരുന്നു സൂര്യനാരായണ റാവു. മധ്യവർത്തിയായ കുടുംബത്തിൽ നിന്നും വന്ന സൂര്യനാരായണ റാവു ഹൈദരാബാദിലെ വജ്രാഭരണ വ്യവസായിയുടെ ഏക മകൾ കാമേശ്വരിയെയാണ് വിവാഹം ചെയ്തത്. 20 കോടി വരെ കൊടുക്കാനുള്ള സമ്പദ് വ്യവസ്ഥ സൂര്യനാരായണയുടെ ജാമാതാവിന് ഉണ്ടായിരുന്നതാനും. സൂര്യനാരായണ റാവു അപകർഷതാബോധം വെടിഞ്ഞ് പുഞ്ചിരി തൂകിയത് മേട്രൺ സാറാമ്മ കോശിയുടെ മുമ്പിൽ വെച്ച് മാത്രമായിരുന്നു. ആകർഷണീയത ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു വയോധികയായിരുന്നു റോസാമ്മ കോശി എന്ന മലയാളി. ആശുപത്രിയിലെ മറ്റൊരു ഡോക്ടറാണ് മോഹിനി റെഡ്ഡി. ഗൈനക്കോളജിയിൽ പ്രാഗൽഭ്യമുള്ള ഡോക്ടറായിരുന്നു മോഹിനി റെഡ്ഡി. പേരുപോലെ തന്നെ മോഹിനിയായ മോഹിനി റെഡ്ഡിയെ വിവാഹം ചെയ്തത് രാമചന്ദ്ര റെഡ്ഡി എന്ന ധനാഢ്യനായിരുന്നു. രാമചന്ദ്ര റെഡ്ഡി കാഴ്ചയിൽ സുമുഖനല്ലാത്ത ഒരാളായിരുന്നു. എന്നിട്ടും വളരെ സുന്ദരിയായ മോഹിനിയെ അദ്ദേഹത്തിന് ഭാര്യയായി ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന ഒരു സ്ത്രീയുടെ മകളായിരുന്നു മോഹിനി. പക്ഷേ മോഹിനിയുടെ സൗന്ദര്യത്തിൽ ആ ഒരു വേർതിരിവുകൾ, സമ്പദ് വ്യവസ്ഥയുടെ വേർതിരിവുകൾ ഒന്നും തന്നെ അവിടെ സംഭവിച്ചില്ല. മോഹിനി റെഡ്ഡി രാമചന്ദ്ര റെഡ്ഡിയുടെ ഭാര്യയായി. രാമചന്ദ്ര റെഡ്ഡി ഒരുപാട് സമ്പാദിച്ചെങ്കിലും അചഞ്ചലമായ സുഖജീവിതമാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. മോഹിനി റെഡ്ഡിയെ ഗൈനക്കോളജി വരെ പഠിപ്പിച്ചതും എല്ലാം തന്നെ രാമചന്ദ്ര റെഡ്ഡി തന്നെയായിരുന്നു. പ്രശസ്തയായ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ മോഹിനി റെഡ്ഡി വന്ധ്യതാ നിവാരണത്തിൽ മിടുക്കിയായിരുന്നു. മാത്രമല്ല പ്രസവത്തീയതി വരെ നല്ല സമയത്തിനായി മാറ്റിക്കൊടുത്ത് കുട്ടികൾക്ക് ശുഭജാതകങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്തു. ധനാഢ്യരായ സ്ത്രീകൾ തങ്ങളുടെ മക്കൾക്ക് ശുഭജാതകങ്ങൾ നൽകാൻ വിധിക്കപ്പെട്ടപ്പോൾ അതിനപ്പുറത്ത് സർക്കാർ ഹോസ്പിറ്റലുകളിൽ ശുഭജാതകങ്ങളില്ലാത്ത മറ്റു പല സമയങ്ങളിലും സ്ത്രീകൾ കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്തു. ഇതാണ് വണ്ടിക്കാളകൾ എന്ന നോവലിൻ്റെ ആദ്യത്തെ അധ്യായം നമുക്ക് മാധവിക്കുട്ടി പറഞ്ഞു തരുന്നത്. ഇതിൽ രാമചന്ദ്ര റെഡ്ഡിയും മോഹിനി റെഡ്ഡിയും സൂര്യനാരായണ റാവുവിനെയും കുറിച്ച് ആണ് മാധവിക്കുട്ടി വിവരിച്ചിരിക്കുന്നത്. ഇനി അടുത്ത അധ്യായങ്ങളിലെല്ലാം തന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ വരികയും നോവൽ വളരെ ഭംഗിയായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്.